ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പടത്തിൻ്റെ ചമ്മന്തിയാണ്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇത് ഞാൻ നേരത്തെ പപ്പടം വറുത്ത എണ്ണയിൽ തന്നെ ഉള്ളിയും വറ്റൽമുളകും വറുത്തെടുക്കുകയാണ്. ഇത് പിന്നെ വറുത്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വറുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി, അല്ലാണ്ട് നല്ലോണം ഗോൾഡൻ കളറൊന്നും ആവണ്ട. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും വറ്റൽമുളകൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് തേങ്ങ, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം പുളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കണം. പിന്നെ ഉപ്പും കൂടി ഇടണമുണ്ട്, കാരണം ഉപ്പ് അധികം ഇടണ്ട, കാരണം പപ്പടത്തിൽ ഉപ്പിൻ്റെ കണ്ടൻറ് ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ തേങ്ങയും കൂടി ഇടണതുകൊണ്ട് അത് കുറച്ച് ഉപ്പ് ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ തേങ്ങയും നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ പപ്പടവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ 4 പപ്പടം കേട്ടോ ഞാൻ എടുത്തേക്കണത്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ പപ്പടത്തിൻ്റെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണിത്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബായ്.